ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മുട്ടയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, ഓവർ മധുരം വേണ്ട. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 കപ്പ് അളവിൽ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്കായ കൂടി ചേർത്ത് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാനൊരു അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ ഏലക്കാൻ്റെ തൊലി ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഏകദേശം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവ് വരെ, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ 2 മിക്സ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അടിയിലൊരു കേടായിട്ടുള്ള ഒരു പാൻ്റെ മുകളിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ചൊരു നെയ്യ് തൂവി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് മൈദൻ്റെ മിക്സ് ഒരു തവി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അത്യാവശ്യം പാൻ ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടിയിൽ നല്ലൊരു പാൻ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുട്ടൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. അതൊരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ മുട്ടൻ്റെ മിക്സ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. മുട്ടൻ്റെ മിക്സ് കുക്കായതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളെ മൈദൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് മാവ് തീരുന്നത് വരെ ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പം കുറച്ചൊരു സമയം എടുക്കും നമുക്കിത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ അടിയിൽ നല്ലൊരു പാൻ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അടിയിൽ കരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ എല്ലാ സ്റ്റെപ്പും ചെയ്തിട്ട് കാണിക്കുമ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണിത് കാണിക്കുന്നത്. മുട്ടൻ്റെ മിക്സ് ഒരു ഹാഫ് കുക്കായതിന് ശേഷം മുകളിൽ മൈദൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റും ലാസ്റ്റും മൈദൻ്റെ മിക്സ് തന്നെ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തേൽ മാത്രം നമ്മൾ മുട്ടയും മൈദയും കൂടി ഒരു മിക്സഡ് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പാനിൻ്റെ അടിയിലും കൂടി കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ണൂർ ഭാഗത്തുകാർക്കൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മളിവിടെ ഒന്നും അധികം ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അടിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.